ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സീരീസിൽ നല്ലൊരു അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നമ്മുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ അച്ചിങ്ങ പയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചിങ്ങ പയർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ചെറിയുള്ളി വേണം, കുറച്ച് വറ്റൽമുളക് ചതച്ചത് നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചതും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ അടികട്ടിയുള്ള ഒരു ഉരുളി എടുക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേൻ്റെ ചീനിച്ചട്ടി എടുക്കാം, അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്താലും മതിയാകുമേ. അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് കിട്ടണം, അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉരുളിയിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ചില്ലി ഫ്ലേക്സും എല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പയറാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇനി ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് തട്ടി പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പയറിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പം ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പയറൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. നന്നായിട്ട് പയറൊക്കെ മുരിഞ്ഞു വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് പയർ കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുമുണ്ട്. അടുക്കി പിടിക്കരുത്, ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഓണസദ്യയിൽ ഈ ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് വരാൻ മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.